നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. മനോരോഗങ്ങളും മാനസികാസ്വാസ്ഥ്യവും നിരവധി പേരെ അലട്ടുന്ന കാര്യമാണ്. ഇവയ്ക്കുള്ള ചികിത്സ സംബന്ധിച്ചും പലർക്കും വലിയ ധാരണയൊന്നുമില്ല. ആധുനിക വൈദ്യശാസ്ത്രം അനുസരിച്ച് മനോരോഗ ചികിത്സയ്ക്ക് നിരവധി മാർഗങ്ങളുണ്ട്. പക്ഷെ പലരും പ്രാകൃതമായ ചികിത്സാ രീതികളെ ആശ്രയിക്കുന്ന കാഴ്ച ഇന്നും സാധാരണമാണ്. ഇതെല്ലാമാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ പരിശോധിക്കുന്നത്. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജോസിൻ ഫ്രാൻസിസ് ആണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ എത്തിയിരിക്കുന്നത്. ഡോക്ടർ, സ്വാഗതം. ഡോക്ടറെ, മാനസിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ്, എപ്പോഴാണ് മനോരോഗങ്ങൾ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ചോദ്യമാണ്. മനുഷ്യരാശിയെ ഏറ്റവും അധികം കാലം കുഴപ്പിച്ച ഒരു ചോദ്യം കൂടിയാണിത്. എങ്ങനെയാണ് ഈ മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ആധുനിക വൈദ്യശാസ്ത്രം എത്തിച്ചേർന്നിട്ട് അധികം കാലമായിട്ടില്ല. 20ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിലാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ആധുനിക വൈദ്യശാസ്ത്രവും ആധുനിക മനോരോഗ വിജ്ഞാനിയും അഥവാ സൈക്യാട്രിയും എത്തിച്ചേരുന്നത്. നമ്മുടെ മസ്തിഷ്കം അഥവാ തലച്ചോർ നിർമ്മിതമായിരിക്കുന്നത് കോടാനുകോടി നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ കൊണ്ടാണ്. ഏകദേശം 100 ബില്യൺ ന്യൂറോണുകൾ നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട് എന്ന് ഒരു ഏകദേശം കണക്കാക്കും. ഈ ന്യൂറോണുകളുടെ ഇടയിൽ സന്ദേശവാഹകരായി പ്രവർത്തിക്കുന്ന നിരവധി രാസവസ്തുക്കളുണ്ട്. ഈ രാസവസ്തുക്കളെ സാമാന്യമായി ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് നമുക്ക് വിളിക്കാം. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളും അവയുടെ സ്വീകരണികൾ അഥവാ റിസപ്റ്റേഴ്സും ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവിൽ മസ്തിഷ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും അവയുടെ റിസപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രതിപ്രവർത്തനവുമാണ് യഥാർത്ഥത്തിൽ മാനസിക രോഗങ്ങളുടെ അടിസ്ഥാനം എന്ന് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ സൈക്യാട്രി തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനാൽ തന്നെ ഇത് ഒരു മസ്തിഷ്ക രോഗമാണ്. ഓൾ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ആർ ഹൈലി കോംപ്ലക്സ് neurological disorders or brain disorders and their pathology lie in neurotransmitter level. ഇങ്ങനെയാണ് ഇതിനെ ആധുനിക വൈദ്യശാസ്ത്രം കണക്കാക്കുന്നത്. നേരത്തെ അവതാരിക ചോദിച്ചതുപോലെ ഈ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയിൽ മനുഷ്യ സമൂഹം നിരവധിയായ പ്രാകൃതമായ ഉത്തരങ്ങൾ മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്കാരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, വിശ്വസിച്ചു പോരുന്നുണ്ട്. അതാണ് മാനസിക രോഗ ചികിത്സയുമായും മനോരോഗങ്ങളുടെ കാരണങ്ങളെ കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ ഇത്രയധികം അന്ധവിശ്വാസങ്ങൾ വേരൂന്നുന്നതിന് കാരണമായിരിക്കും. ശരി ഡോക്ടർ, നമ്മൾ വ്യത്യസ്ത തരം മനോരോഗങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് ഇത് വരുന്ന വഴി ഈ പാരമ്പര്യമായിട്ട് വരുന്ന വീട്ടുകാർക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ വരുന്ന തലമുറയ്ക്ക് മാനസികാരോഗ്യം ഉണ്ടാകാം എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം കാര്യമാണ്? ഇത് തീർച്ചയായിട്ടും പ്രസക്തമായ ഒരു വസ്തുതയാണ്. മനോരോഗങ്ങൾക്ക് പാരമ്പര്യ സ്വഭാവമുണ്ട്. പല മനോരോഗങ്ങളും, ഉദാഹരണത്തിന് ഡിപ്രഷൻ, സ്കീസോഫ്രീനിയ അഥവാ ചിത്തഭ്രമ രോഗം, ബൈപോളാർ ഡിസോർഡർ അഥവാ വിഷാദോന്മാദ രോഗം, OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഇങ്ങനെ നിരവധിയായ മാനസിക രോഗങ്ങളിൽ പാരമ്പര്യ സ്വഭാവം വളരെ ശക്തമാണ്. എന്തിനേറെ പറയുന്നു, ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് പോലെയുള്ള ലഹരി അടിമത്ത പ്രശ്നങ്ങളിൽ വരെ പാരമ്പര്യ ഘടകം ശക്തമാണ്. അതുപോലെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, മസ്തിഷ്ക വികാസവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അതായത് മാനസികമായിട്ടുള്ള ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അഥവാ ബുദ്ധിമാന്ദ്യം, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, ADHD അഥവാ അമിത കുസൃതിയും ശ്രദ്ധയില്ലായ്മയും, മോട്ടോർ ഡിസോർഡേഴ്സ്, ടിക് ഡിസോർഡേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകളിലും പാരമ്പര്യ ഘടകം വളരെ ശക്തമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ് പല മാനസിക രോഗങ്ങളും പ്രകടിപ്പിക്കുന്നത്. ഒരു കൃത്യമായ ജീനോ ഒരു ജനിതക ഘടകമോ ഒരു രോഗത്തോട് ചേർത്ത് വെക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ അന്വേഷണങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. മറിച്ച് അത് മൾട്ടി ഫാക്ടോറിയൽ ആണ്. അതായത് നിരവധിയായ കാരണങ്ങൾ കൊണ്ടാണ് മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് നേച്ചർ ആൻഡ് നർച്ചർ തിയറി. എന്താണ് ഈ നേച്ചർ ആൻഡ് നർച്ചർ തിയറി പറയുന്നത്? അല്ലെങ്കിൽ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഈ മോഡൽ പറയുന്നത്, നമ്മുടെ ജനിതക ഘടകം പലപ്പോഴും
പലരിലും ഉണ്ടാകും. മാനസിക രോഗങ്ങൾ വരാനുള്ള ജനിതക സാധ്യത അഥവാ ജനറ്റിക് വൾണറബിലിറ്റി ഉള്ളവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഈ ജനറ്റിക് വൾണറബിലിറ്റി നമ്മളിൽ അന്തർലീനമായി ഉറങ്ങിക്കിടക്കുകയായിരിക്കും. ശരി ഡോക്ടർ, മറ്റൊന്ന്, ഈ പലർക്കും ഈ മനോരോഗത്തെ കുറിച്ച് പുറത്തു പറയാനോ മടിയുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ പലരും. അപ്പോൾ ഈ കൃത്യമായ ചികിത്സ നേടിയില്ലെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകില്ലേ? എന്താണ് മനോരോഗത്തിന്റെ കൃത്യമായ ചികിത്സ? തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ജനിതക ഘടകം പലപ്പോഴും ഒരു സൈക്കോ സോഷ്യൽ സ്ട്രെസർ അഥവാ മാനസികമോ സാമൂഹികവുമായ ഒരു സമ്മർദ്ദം നമ്മളിലേക്ക് വരുമ്പോൾ ഒരു രോഗമായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺമാസ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മാനസിക രോഗങ്ങൾ ഏറിയ കൂറും ഉണ്ടാകുന്നത്. അതിന്റെ ചികിത്സയെ കുറിച്ചാണ് അവതാരിക ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? കൃത്യമായിട്ടുള്ള ചികിത്സ ഇന്ന് മജോറിറ്റി അല്ലെങ്കിൽ ഭൂരിഭാഗം മാനസിക രോഗങ്ങൾക്കും ആധുനിക വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മോഡേൺ സൈക്യാട്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാനമായും ഔഷധ ചികിത്സ അഥവാ സൈക്കോ ഫാർമക്കോളജി ഇന്ന് ആധുനിക യുഗത്തിൽ വളരെ വികാസം പ്രാപിച്ച ഒരു ശാസ്ത്രശാഖയാണ്. ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സ മനോരോഗ ചികിത്സയിൽ വളരെ നിർണായകവുമാണ്. ശരി ഡോക്ടർ, ഈ ചികിത്സയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പൂജ ചെയ്ത് അതുപോലെ തന്നെ മന്ത്രവാദങ്ങളൊക്കെ ഉപയോഗിച്ച് നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോഴും ചികിത്സ നടത്തുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പരിപാടിയുടെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ മനോരോഗങ്ങളുടെ കാരണം എന്ന് പറയുന്നത് ജൈവികം അഥവാ ബയോളജിക്കൽ ആണെന്നും ഇവ മസ്തിഷ്ക രോഗങ്ങളാണ് എന്നും ഉള്ള ഒരു തീർച്ചയിലേക്ക് ആധുനിക വൈദ്യശാസ്ത്രം എത്തിച്ചേരുന്നത്. അതിനു മുമ്പും നമ്മുടെ സമൂഹങ്ങളിൽ മാനസിക രോഗങ്ങൾ ഉണ്ടായിരുന്നു. നോക്കൂ, നമ്മുടെ പരിണാമ ചരിത്രം പറയുന്നത് എന്താണ്? മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസിന് 3 ലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. അപ്പോ ഏതാണ്ട് 1 ലക്ഷം വർഷമായിട്ട് നമ്മുടെ മസ്തിഷ്കം ഇതേ അവസ്ഥയിൽ തന്നെയാണ്. കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പൊ ആ ഗുഹാമനുഷ്യന്റെ മസ്തിഷ്കം തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. മറ്റ് സാമൂഹിക രീതികളും സാംസ്കാരികമായിട്ടൊക്കെ നാം പരിണമിച്ചുവെങ്കിലും അപ്പൊ ഈ മാനസിക രോഗങ്ങൾ പുരാതന സംസ്കാരങ്ങളിലും പുരാതന മനുഷ്യരിലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ കാണപ്പെട്ടിരുന്നു. ചില മനോരോഗ ലക്ഷണങ്ങൾ വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് ഹാലൂസിനേഷൻസ് ആൻഡ് ഡെലൂഷൻസ്, ചിത്തഭ്രമത്തിന്റെ തീവ്രമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഹാലൂസിനേഷൻസ് അഥവാ മായികമായിട്ടുള്ള അനുഭവങ്ങൾ. കാതില് ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാവുക, ഓഡിറ്ററി ഹാലൂസിനേഷൻസ് എന്ന് പറയും. ഇല്ലാത്ത ശബ്ദങ്ങൾ കാതിൽ മുഴങ്ങുക, ഇതിനെയാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത്. നോക്കൂ, ഒരു പ്രാചീന മനുഷ്യൻ ചുറ്റും ആരും ഇല്ലാത്ത സമയത്ത് തനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ തനിക്ക് പരിചിതമായ ശബ്ദങ്ങൾ കാതിൽ കേൾക്കുന്നു. അതിന്റെ ഉറവിടം മനസ്സിലാവുന്നില്ല. ദൈവം തന്നോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അജ്ഞാതനായ ഒരു ശക്തി തന്നോട് സംസാരിക്കുന്ന പോലെ തന്റെ ചെവിയിൽ ശബ്ദങ്ങൾ മുഴങ്ങുന്നു. എങ്ങനെയായിരിക്കാം ആ പ്രാചീന സമൂഹം ആ അനുഭവത്തെ വിശദീകരിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ തന്നെ ആരോ പിന്തുടരുന്നതായും ഉപദ്രവിക്കാൻ വരുന്നതായും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതായും ഒരനുഭവം ഉണ്ടാവുക. കൺമുന്നിൽ ഇല്ലാത്ത വ്യക്തികളെ കൺമുന്നിൽ കാണുക, മരിച്ചുപോയ വ്യക്തികളെ കൺമുന്നിൽ കാണുക, വിഷ്വൽ ഹാലൂസിനേഷൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഇത്തരം വിചിത്രമായ അനുഭവങ്ങൾ ഇവ മനോരോഗ ലക്ഷണങ്ങളാണ്, സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ആണ്. ഈ ലക്ഷണങ്ങളെ അനുഭവിച്ചറിഞ്ഞ പ്രാചീന സമൂഹം പലപ്പോഴും പ്രാകൃതമായ ഉത്തരങ്ങളിലാണ് എത്തിച്ചേർന്നത്. ഇത് ഒരുപക്ഷെ ദൈവിക ശക്തിയുടെ ഇടപെടലാവാം, അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ ഇടപെടലാവാം, പ്രകൃത്യാതീത ശക്തികളുടെ ഇടപെടലാവാം, അവയുടെ ആവാസം കൊണ്ടുവരുന്നതാവാം, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഭൂതബാധയോ പ്രേതബാധയോ വന്നതിനാലാണ് രോഗി ഇത്തരം ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള മതപരമായ, വിശ്വാസപരമായ, ആചാരപരമായ നിരവധി ഉത്തരങ്ങളിലേക്ക് ഓരോ മനുഷ്യ സമൂഹവും എത്തിച്ചേർന്നിട്ടുണ്ടാവാം. ആ വിശ്വാസങ്ങളുടെ ഒരു കൾച്ചറൽ ഫോഴ്സിലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ പൂജയും ആരാധനയും ഒക്കെ മാനസിക രോഗങ്ങൾ വരുന്ന സമയത്ത്. അവ സാംസ്കാരികമായി ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. മാനസിക രോഗങ്ങൾക്ക് ഇന്ന് ആധുനികമായ ചികിത്സയുണ്ട്. എങ്കിലും സാംസ്കാരികമായി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ ഒരുപാട് വിശ്വാസങ്ങൾ, ആ വിശ്വാസ ആചാരങ്ങളുടെ വടുക്കൾ ഇന്നും നമ്മുടെ സമൂഹം പേറുന്നുണ്ട്. ഇതാണ് ഈ പൂജയും മന്ത്രവാദവുമാണ്
മാനസിക രോഗങ്ങളുടെ ചികിത്സ എന്ന് ഈ ആധുനിക സമൂഹത്തിലും അഭ്യസ്ത വിദ്യർ പോലും തെറ്റിദ്ധരിക്കുന്നതിനുള്ള കാരണം. ശരി ഡോക്ടർ, നമുക്ക് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ബാക്കിയാണ്, ഒപ്പം പ്രേക്ഷകരുമുണ്ട്. അതിലേക്കൊക്കെ തിരിച്ചെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്, അശ്വതി വൈക്കത്ത് നിന്ന്. അശ്വതി, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, ഹലോ. ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ എന്റെ മോക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഹലോ. എന്റെ മോള് ഇടയ്ക്ക് അവൾക്ക് എപ്പോഴും ഇങ്ങനെ ടെൻഷനാണ്, ഒത്തിരി ടെൻഷനാണ് പുള്ളിക്കാരത്തേക്ക്. അപ്പൊ പഴയ നമുക്ക് കേൾക്കാനും കാണാനും ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുമ്പോ മനസ്സിൽ ഇങ്ങനെ കിടക്കണ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർത്ത് വീണ്ടും ടെൻഷൻ ആവുന്ന ഒരു സ്വഭാവമാണ്. ഇപ്പൊ ഒരു 2-3 കൊല്ലമായിട്ടുണ്ട്. ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെ ഓർക്കുന്ന കാര്യങ്ങള് ആലോചിച്ച് പുള്ളിക്കാരത്തെ ഡെസ്പായിട്ട് ഭയങ്കര നിരാശയായിട്ടൊക്കെ ഇരിക്കാറുണ്ട്. എല്ലാം എന്നോട് പറഞ്ഞാലും പുള്ളിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എപ്പോഴും പുള്ളിക്കാരത്തേക്ക് പെർഫെക്റ്റ് ആയിരിക്കണം, പുള്ളിയുടെ സ്വഭാവവും രീതികളും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു മോശം പുള്ളിയുടെ മനസ്സിലേക്ക് വന്നാൽ അത് എന്നോട് വന്ന് പറഞ്ഞിട്ട്, അമ്മ ഞാൻ അങ്ങനെ ചിന്തിച്ച്, അത് വല്ല കുഴപ്പമുണ്ടോ, അത് എന്റെ പ്രായത്തിൻ്റെതാണോ ഞാൻ അങ്ങനെ ചിന്തിച്ചത് എന്നൊക്കെ എങ്ങനെയുള്ള, അത് എന്താ ഡോക്ടർ, അതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇത് അശ്വതി, നമ്മള് ഒരു ഫോണിൻ പ്രോഗ്രാമിൽ കൂടെ ഒരു സൈക്യാട്രിക് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുക അഥവാ രോഗനിർണയം നടത്തുകയോ അതിന്റെ ഇന്റർവ്യൂ നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു പരസ്യമായ പ്ലാറ്റ്ഫോമിൽ വെച്ച് ചെയ്യുന്നത് എത്തിക്സിന് അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് എനിക്ക് ഉത്തരം പറയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. എങ്കിലും അശ്വതി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം. അമിത ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് അശ്വതി ഇവിടെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു മനോരോഗ വിദഗ്ധന്റെ, ഒരു സൈക്യാട്രിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. മറ്റു രോഗലക്ഷണങ്ങൾ ഒരു വിദഗ്ധനായിട്ടുള്ള സൈക്യാട്രിസ്റ്റ് കൃത്യമായി ഒരു ഇന്റർവ്യൂ നടത്തി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തി നിർണയിക്കേണ്ടവയാണ്. അത് നമുക്ക് പരസ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ചർച്ച ചെയ്യുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട്. എങ്കിലും എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം ഇതാണ്: തീർച്ചയായും ഒരു മനോരോഗ വിദഗ്ധനെ ഉടനെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നം അതിലുണ്ട്. ശരി, വളരെയധികം നന്ദി അശ്വതി വിളിച്ചതിന്. ഡോക്ടർ, ഒരു കോളും കൂടി ഉണ്ട്, സുനിൽ കുമാർ ആലപ്പുഴയിൽ നിന്ന്. സുനിൽ കുമാർ, ചോദിച്ചോളൂ. എനിക്ക് മുമ്പേ ചോദിച്ചാലേ ചോദ്യം എനിക്കുള്ളത്. സുനിൽ കുമാർ ചോദിച്ച ചോദ്യം എനിക്ക് വ്യക്തമായില്ല. മുമ്പ് ചോദിച്ചാലേ ചോദ്യം. അമിത ഉത്കണ്ഠയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് താങ്കളും ചോദിക്കുന്നത്. അമിത ഉത്കണ്ഠയുടെ പ്രശ്നമാണോ താങ്കൾക്കുള്ളത് എന്നെനിക്ക് തീർത്ത് പറയാൻ കഴിയില്ല. അതിന് വിശദമായ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തണം. എങ്കിലും അമിത ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ വന്നുകൊണ്ട് ഞാൻ സാമാന്യമായി പറയാം. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ അഥവാ അമിത ഉത്കണ്ഠ രോഗം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 25% ആളുകൾക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുണ്ട് എന്നാണ്. ഏറ്റവും കൂടുതലായി നമ്മുടെ സമൂഹത്തിൽ കാണുന്ന 2 പ്രശ്നങ്ങളാണ് വിഷാദ രോഗം അഥവാ ഡിപ്രഷനും അമിത ഉത്കണ്ഠ രോഗം അഥവാ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ നിരവധിയായിട്ടുള്ള രോഗാവസ്ഥകളുണ്ട്. പാനിക് ഡിസോർഡർ, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്നിവയെല്ലാം അവയിൽ ചിലതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പാൽപിറ്റേഷൻ അഥവാ അമിതമായ നെഞ്ചിടിപ്പ്, കൈകാലുകൾ വിറയ്ക്കുക, പെട്ടെന്ന് തല ചുറ്റി വീഴുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാവുക, ഫീലിംഗ് ഓഫ് ഇംപെൻഡിങ് ഡൂം, അതായത് ഇപ്പൊ നമ്മൾ മരണത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഫേസ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീതി ഉണ്ടാവുക, കൈകാലുകൾക്കുള്ള തരിപ്പ്, ശ്വാസ തടസ്സം പെട്ടെന്ന് അനുഭവപ്പെടുക, വയറിനുള്ള ഒരു അസ്വസ്ഥത, വായിലെ വെള്ളം വറ്റി പോവുക, കൈകാലുകൾക്കുണ്ടാകുന്ന വിറയൽ, അതുപോലെ അമിത വിയർപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി അമിത ഉത്കണ്ഠ രോഗങ്ങൾ പുറത്തു വരാറുണ്ട്. പലർക്കും ഈ അമിത ഉത്കണ്ഠയുടെ ഭാഗമായി
ഉറക്കക്കുറവ്, അതുപോലെ തീരുമാനമെടുക്കാനുള്ള ശേഷിയിൽ വരുന്ന പ്രശ്നങ്ങൾ, പെർഫോമൻസ് ആങ്സൈറ്റി, ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനാൽ തന്നെ ഈ പ്രശ്നത്തെ കൃത്യമായി മനസ്സിലാക്കി വർഗീകരിച്ച് ഉചിതമായ ചികിത്സ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അമിത ഉത്കണ്ഠ രോഗങ്ങൾക്ക് പ്രധാനമായും നൽകി വരുന്ന മരുന്ന് SSRI വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ്. സെലക്റ്റീവ് സെറാട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. വിഷാദ വിരുദ്ധ ഔഷധങ്ങളും അമിത ഉത്കണ്ഠയെ തടയാനുള്ള ഔഷധങ്ങളുമാണിവ. ഈ ഔഷധങ്ങളുടെ കൃത്യമായ ഉപയോഗവും ഒരു മനോരോഗ വിദഗ്ധന്റെ കൃത്യമായ നിർദ്ദേശവും രോഗനിർണയവും അമിത ഉത്കണ്ഠ രോഗങ്ങൾക്കും വിഷാദ രോഗത്തിനും ആവശ്യമാണ്. താങ്കളുടെ പ്രശ്നത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഒരു ഫോണിൻ പ്രോഗ്രാമിൽ കൂടി ചോദിച്ചറിയുന്നതിന് പരിമിതികൾ ഉണ്ടെങ്കിലും സാമാന്യമായി ഇതിന്റെ ചികിത്സകൾ ഇവയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം എന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, പാലക്കാട് നിന്ന് രമേശ് സംശയങ്ങൾ ചോദിച്ചോളൂ. ഹലോ ഹലോ സാർ. രമേശ് ചോദിച്ചോളൂ, കേൾക്കാം. സാർ എന്റെ ഭാര്യയ്ക്ക് വന്നിട്ട് സാർ, ഹലോ കേൾക്കുന്നുണ്ടോ? ഭാര്യയ്ക്ക് വന്നിട്ട് എപ്പോഴും സംശയമാണ് സാർ. അവരെ ഞാന് കൊല്ലാൻ ശ്രമിക്കുന്നു, മരുന്ന് ആഹാരത്തിലും മരുന്ന് കലക്കി കൊടുക്കുന്നു, എപ്പോഴും ഡൗട്ടാണ് സാർ അവർക്ക്. ഹലോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയം എന്താണ് ചോദിച്ചോളൂ. അവർക്ക് പെട്ടെന്ന് തല കറക്കം പോലെ അല്ലെങ്കിൽ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്നുണ്ട് സാർ. അപ്പോ പക്ഷെ അത് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കുന്നില്ല. ഓക്കെ, ശരി, മനസ്സിലായി. താങ്കളുടെ ചോദ്യം വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെയുള്ള വ്യക്തികളോട് പറഞ്ഞു തന്നെയാണ് ഇതിന്റെ ഉത്തരം. ഇത്തരം രോഗലക്ഷണങ്ങൾ ഒരു ഫോണിൻ പ്രോഗ്രാമിൽ കൂടെ കേട്ട് അതിന് വിധി കൽപ്പിക്കുന്നതിന് നിയമ തടസ്സമുണ്ട്. എങ്കിലും ഈ സംശയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിന്റെ വസ്തുത എനിക്ക് വ്യക്തമല്ല. താങ്കളുടെ ഭാര്യയ്ക്കുള്ള പ്രശ്നത്തെ കുറിച്ച് ഈ പ്രോഗ്രാമിൽ കൂടി ആധികാരികമായ മറുപടി പറയുന്നതിന് പരിമിതിയുണ്ട്. എങ്കിലും സംശയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമാന്യമായി ജനങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാം. ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് ഈ സംശയ രോഗം എന്നറിയപ്പെടുന്നത്. ഡെലൂഷൻസ് പല രീതിയിലുണ്ട്. ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഡെലൂഷൻ ഓഫ് റെഫറൻസ്, നിഹിലിസ്റ്റിക് ഡെലൂഷൻസ്, ഡെലൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി, ഡെലൂഷൻ ഓഫ് ലവ് എന്നൊക്കെ ഇതിനെ വർഗീകരിക്കാം. ഏറ്റവും വ്യാപകമായ അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡെലൂഷൻ അഥവാ മിഥ്യാധാരണം എന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ആണ്. വിഷാദ രോഗത്തിലും ബൈപോളാർ രോഗത്തിലും ചിത്തഭ്രമത്തിലും ഒക്കെ ഇത് കണ്ടുവരുന്നു. ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വിചാരിക്കുകയാണ് അയാളെ അപകടപ്പെടുത്തുന്നതിന്, അയാളെ വധിക്കുന്നതിന്, അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും രീതിയിൽ ഹാം ചെയ്യുന്നതിന് ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ ഏതെങ്കിലും ഒരു സംവിധാനമോ ഒരു അജ്ഞാത ശക്തിയോ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്ന മാനസിക പ്രശ്നമാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. അഥവാ തനിക്കെതിരെ ആരോ പ്രവർത്തിക്കുന്നു, ഉപജാപകം നടത്തുന്നു എന്നുള്ള മിഥ്യാധാരണ. ഇത് വളരെ സാധാരണമാണ്. നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് മീസോ ലിംബിക് പാത്വേ എന്ന് പറയുന്ന ഒരു ട്രാക്റ്റിൽ ക്രമാതീതമായി വർദ്ധിക്കുമ്പോഴാണ് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഉണ്ടാകുന്നത് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ സൈക്യാട്രി വിലയിരുത്തുന്നു. ശരി ഡോക്ടർ, സമയപരിധി കൊണ്ട് ഇടപെടുകയാണ്. ഒരുപാട് സംശയങ്ങളും ഒരുപാട് പ്രേക്ഷകരും ബാക്കിയാണ്. മറ്റൊരു അവസരത്തിൽ ഈ വിഷയം തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് ആണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ. നന്ദി. ഡോക്ടർ ക്യൂ പൂർണ്ണമാകുന്നു. നമസ്കാരം.